കേരളത്തിലെ കർഷകർ ഇന്ന് നടക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് കാർഷിക മേഖലയിൽ ഉള്ള പ്രതിസന്ധികൾക്കെല്ലാമുള്ള ഒരു പരിഹാരം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. അതിൽ ഈ പറയുന്ന കേരളത്തിലെ റബ്ബർ കർഷകർ അവർ വർഷങ്ങളായിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ തുടർച്ചയായ അവഗണന, അതിനുശേഷം ഇവിടുത്തെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകി അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് അതിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിരുന്ന റബ്ബറിൻ്റെ അടിസ്ഥാന വില 250 രൂപയാക്കി ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനം അത് നടപ്പാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. അത്തരത്തിൽ റബ്ബറിൻ്റെ ഒരു അടിസ്ഥാന വില 250 ആക്കിയാൽ ഇപ്പോൾ റബ്ബറിന് വിപണിയിൽ ഒരു നല്ല വിലയുണ്ട്. അപ്പോൾ ആ വിലയിൽ നിന്നും പുറകോട്ട് പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് കർഷകർക്ക് ലഭിച്ചാൽ മധ്യ കേരളത്തിലെ റബ്ബർ മേഖലയ്ക്ക് അത് വലിയ തോതിൽ പ്രയോജനമുണ്ടാകും. അത്തരത്തിലൊരു പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ റബ്ബർ കർഷകർ. ഇപ്പോൾ ഇവിടെ ഈ കേര പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കി ഈ പറയുന്ന മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ പറയുന്ന റബ്ബറിനാണ് പുനർകൃഷിക്ക് സഹായം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ പദ്ധതി ഒരു കാര്യക്ഷമമായ പ്രവർത്തനം ഇന്ന് ഈ മേഖലയിൽ നടക്കുന്നില്ല. കാര്യം അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ട്. അത്തരം പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിനാവശ്യപ്പെടുന്നത്, ഇപ്പോൾ ഇവർ ഈ നൽകുന്ന സബ്സിഡിക്ക് ഉപരിയായിട്ട് ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് ഈ പറയുന്ന കേര പദ്ധതിയിൽ നിന്നും ഒരു വായ്പ അനുവദിക്കുന്നതിനുള്ള ഒരു നടപടി സർക്കാർ ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈ പറയുന്ന നബാർഡിൻ്റെ നിന്നും നമ്മൾ വായ്പയായിട്ടെടുത്തുള്ള പൈസയാണ്. ഈ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് കാര്യമായ ഒരു പ്രയോജനം കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വരുന്നത്. വളരെ നാമമാത്രമായ കർഷകർ മാത്രമേ ഈ പദ്ധതിയിൽ ചേരുവാനും വന്നിട്ടുള്ളൂ. ഇന്നത്തെ ഈ ഉൽപ്പാദന മേഖലയിലെ പ്രതിസന്ധിയൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് ഈ പറയുന്ന പുതുകൃഷി ചെയ്യുന്നവർക്ക് ഒരു വായ്പ നൽകുന്നതിനുള്ള രീതിയിലേക്ക് ഈ പദ്ധതിയെ മാറ്റം വരുത്തിയാൽ ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് അത് വലിയ ഗുണപ്രദമാകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.